ഇസ്ലാം സ്വീകരിച്ചിട്ട് എത്ര നാളായി കാണും ഏകദേശം? ഞാൻ 2016 ഇസ്ലാം സ്വീകരിച്ചത്. 2016 ആ. ഇപ്പൊ ഏകദേശം ഒരു 8 വർഷം 8 വർഷം 9 കഴിഞ്ഞു. വർഷം. അതെ. ഓക്കെ. എന്താണ് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിന് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്? അനുഭവം കൊണ്ട് ചോദിക്കാൻ. ഇസ്ലാം എന്ന് വെച്ചാൽ ഞാൻ റോമൻ കാത്തലിക്കിലാണ് ജനിച്ചതെങ്കിലും ഇത് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ഓടി നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഹിന്ദുവായിട്ട് ജീവിച്ചിട്ടുണ്ട്. എനിക്ക് ബ്രാഹ്മൺ ഫ്രണ്ട്സ് ആയിരുന്നു ചെന്നൈയില്. അപ്പൊ ഞാൻ ഇന്ത്യയിൽ പോകാത്ത അമ്പലങ്ങളില്ല. അതിനുശേഷം പിന്നെ ഈ അമ്പലങ്ങളിലെ പടത്തൊലിയും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും അവര് നമ്മളെ നോക്കുന്നില്ല. നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാലും വേറൊരു സ്ഥലത്തോട്ടാ കണ്ണ് അല്ലേ. അപ്പൊ അതുമല്ല. പിന്നെ ഞാൻ യേശുവിനെ ദൈവമായിട്ട് സ്വീകരിച്ചു. ജ്ഞാനസ്നാനമൊക്കെ മുങ്ങി. ക്രിസ്ത്യാനിയായിരുന്നു. അതിനിങ്ങനെ പറയുന്നത് നിങ്ങൾ ചെറുപ്പത്തിലേ അല്ലേ മുഹമ്മദ് മുങ്ങുന്നത്, അപ്പൊ നിങ്ങൾ അറിയുന്നില്ലോ നിങ്ങൾ ക്രിസ്ത്യനായിട്ട് സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മൾ വലുതായി പക്വതയായി കഴിയുമ്പോൾ നമ്മൾ സ്വയം നമ്മുടെ നാവ് കൊണ്ട് പറയണം ഞാൻ യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ മുങ്ങണം. അങ്ങനെ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിള്ളേരെയും ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആക്കിയതായപ്പോഴത്തേക്ക് എനിക്കെന്തോ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഞാൻ പിന്നെ ബൈബിളൊക്കെ വായിച്ചപ്പോഴത്തേക്കും ഒരുപാട് അപ്പം ജെറമ്യയുടെ 33:3 പറയുന്നുണ്ട്, നീ എന്നോട് വിളിച്ചപേക്ഷിക്കുക, നിന്റെ ബുദ്ധിക്ക് അതീതമായത് മഹത്വം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിന്നെ വെളിപ്പെടുത്തി തരും, നിഗൂഢമായ കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ ഞാൻ ദൈവത്തിനോട് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവം സത്യം എന്നൊന്ന് അറിയിക്കാവോ, ആരാ യഥാർത്ഥ ദൈവം? അങ്ങനെ ബൈബിൾ തന്നെ വായിക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നവർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം ഇന്ന് എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ബൈബിൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഖുർആൻ വായിക്കണം, സമയം കിട്ടുന്നില്ല. ഈ സമയം കൊടുക്കുന്ന ദൈവമാണ്. അങ്ങനെ ദൈവം എനിക്ക് സമയം തന്നുകൊണ്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റി. ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും അല്ല ദൈവം, ഇതൊന്നും അല്ല ദൈവം. അപ്പൊ ഇത് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് പിന്നെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരാഗ്രഹം തന്നപ്പോഴാണ് ഈ മുസ്ലിമിൻ റമദാൻ നോയമ്പ് പോകുന്നത്. അപ്പൊ ഞാൻ ഞാനും ഒന്നും എടുക്കാം, ഒരു 3 ദിവസത്തേക്ക് വെറുതെ തമാശയായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടത്. അപ്പൊ എനിക്ക് ഒരുപാട് ബുക്സ് കഴിച്ചു കിട്ടി. അപ്പൊ ഞാനൊന്ന് പഠിച്ചേക്കാന്ന് വിചാരിക്കാൻ കാരണം അന്ന് ഞാൻ മുനീറുമായിട്ട് സ്നേഹത്തിലായിരുന്നു, വീഡിയോയില് സ്കൈപ്പിലായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ ഈ ബാത്റൂമിൽ പോകുന്നത് ചോദിച്ചപ്പോ എന്തെങ്കിലും ഈ ബാത്റൂമിൽ പോണേ, അപ്പൊ പറഞ്ഞു ഞാൻ ബുള്ളു എടുക്കാൻ പോകുന്ന. അതെന്താ ബുള്ളു? അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കയ്യും കാലും മുഖമൊക്കെ കഴുകണം, എന്നിട്ട് ഇങ്ങനെ മാറ്റ് കിട്ട്. ഓഹോ അപ്പടിയാ, കൊഞ്ചം പെണ്ണുങ്ങളെ പാക്കട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു പുള്ളി ഇതെല്ലാം. അപ്പൊ എന്നെ കാണിച്ചില്ല പറഞ്ഞപ്പോ പുള്ളി എന്നെ കൈ കഴുകണൊക്കെ എല്ലാം കാണിച്ചു തന്നു. ഇതെല്ലാം ഞാന് കണ്ണുകൾ സൃഷ്ടിച്ചവനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആ കണ്ണിനെ കാണാൻ ശ്രദ്ധിക്കത്തില്ല. അതാണ് ബ്രഹ്മം. ആ ഉപനിഷത്തിൽ എത്ര പച്ചയായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ മേശ നമ്മൾ കാണുന്നു അല്ലേ, പക്ഷെ ഇതാരാ ഉണ്ടാക്കിയതെന്ന് ഇതിന്റെ പുറകിൽ ഒരു ആശാരി ഉണ്ടാവും അല്ലേ, അറിയാമല്ലോ. ഉണ്ട്. ഈ ഫോണിന് ഒരു മാനുഫാക്ചർ ഉണ്ടാവും, കസാരൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാത്തിനും ഒരു സംവിധായകനുണ്ട്, സൂര്യന് സംവിധായകനുണ്ട്. അതാരാ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. ആ കണ്ണുകൾ കാണാൻ പറ്റാത്ത ഒരു ക്രിയേറ്റഡ് വസ്തുവിന്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ടാവും, പക്ഷെ അവരത് വിശ്വസിക്കുന്നില്ല. അവര് പറയുന്നതെല്ലാം തനിയെ ഉണ്ടായെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോൺ തനിയെ ഉണ്ടാകാൻ വിശ്വസിക്കണം. അങ്ങനല്ല, എല്ലാത്തിനും പുറകില് ശക്തിയുണ്ട്. ആ ശക്തിയെയാണ് നമ്മള് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആരും ഒരു പ്രവാചകന്മാർ പോലും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയും. സ്വരം ഒരുപക്ഷെ സ്വരമായിട്ടും കേൾക്കാം, ഒരു ഷിൻജൂഷ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് സംസാരം കേൾക്കാം. അപ്പൊ അതുകൊണ്ട് ദൈവം ഒന്നുള്ളതെന്നുള്ള കാര്യം സത്യമാണ്. ഞാൻ ദൈവത്തിന്റെ പ്രസൻസ് ഈ നിമിഷം വരെ ആസ്വദിച്ചു കഴിയുന്ന ദൈവം ഒന്നേ ഉള്ളൂ, ഏക ദൈവമാണ് സൃഷ്ടിതാവ് എന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും 3 മതഗ്രന്ഥങ്ങളും പഠിച്ചാൽ മനസ്സിലാകും. ഒന്ന് മാത്രം പഠിച്ച് തർക്കിച്ച് വർഗീയ കലാപികളാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് 3 ഗ്രന്ഥങ്ങളും പഠിച്ചിട്ട് പരിശുദ്ധമായ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് ആരാധിച്ച് ജീവിക്കുവാൻ ഏതൊരു മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ കൂടെ ആരാധനാ കർമ്മങ്ങൾ നടത്തി വിജയത്തിലേക്കെത്തും. എല്ലാവിധ വർഗീയതകളിൽ നിന്നും സുരക്ഷിതയായി സമാധാനമായി സന്തോഷമായൊരു ജീവിതത്തിന് മാർഗമൊരുക്കും. അതാണ് ദൈവവിശ്വാസം. സൃഷ്ടിതാവുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണല്ലോ. 3 പേരിൽ അറിയപ്പെടുന്നെങ്കിലും ഏക ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള 3 ഗ്രന്ഥവും പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ എന്നുള്ള യാഥാർത്ഥ്യം നാം എല്ലാവരും മനസ്സിലാക്കി വർഗീയ കലാപങ്ങളിൽ നിന്നും രക്ഷപ്പെടണം.
ഒന്ന് മാത്രം പഠിച്ചാൽ ഞാനാണ് വലുതു എന്ന് പറഞ്ഞ് ധിക്കാരഭാവത്തിൽ വർഗീയത ഉണ്ടാക്കുന്നതല്ല ശരി. മതവും ദൈവവും സൃഷ്ടിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പഠിച്ച് അറിവ് നേടുക. ഇതാണ് മനുഷ്യന് ആവശ്യമുള്ളത്. നമസ്കാരം.